സാറേ, വർഷങ്ങൾക്ക് മുൻപ് ഇടുക്കിയിൽ മണിയാശന്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു, 1, 2, 3. അതുപോലെയാണ് ഇപ്പോൾ എമ്പുരാനുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1 ഗോകുലം പിടിവീണു, 2 ഇപ്പോൾ പൃഥ്വിരാജ്, 3 ആരാണ്? ത്രിതപം ഇതിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് പൃഥ്വിരാജ് തന്നെയാണ്. പൃഥ്വിരാജ് ചതിക്കാത്ത ആളുകളില്ല. ഇതിനു മുമ്പ് തന്നെ ചതി തുടങ്ങിയിരുന്നു. ദിലീപിനെ ചതിച്ചു. ഇപ്പോൾ രണ്ടാമതായിട്ട് ഏറ്റവും വലിയ ചതിയേറ്റത് മോഹൻലാലിനാണ്. മോഹൻലാലിൻ്റെ സാമ്രാജ്യം പിടിച്ചടക്കാൻ. നേരത്തെ ദിലീപിനെ ചതിച്ചത് ദിലീപിൻ്റെ സാമ്രാജ്യം കീഴടക്കാൻ. അങ്ങനെ പടിപടിയായിട്ട് ഓരോരോ സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കുകയാണ്. ഇതിൽ കരുവായത് ഗോകുലം ഗോപാലൻ. ഇടയ്ക്ക് കൊണ്ട് തലവെച്ച് കൊടുത്തു പുള്ളിക്കാരൻ അങ്ങനെ ഒരു പോപ്പുലറായിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ മുമ്പിൽ ഒന്ന് കൂമ്പി നിൽക്കുന്ന അവസ്ഥ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ പൃഥ്വിരാജ് എന്തോ വലിയ മഹാനാണ്, പൃഥ്വിരാജനാണെന്ന് തന്നെ, ഭൂമിയിലെ രാജാവാണെന്ന് തന്നെ വിചാരിച്ച് പറ്റിയൊരബദ്ധമാണ്. ചിട്ടിയിൽ അദ്ദേഹത്തിന് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ ഇതിൽ അദ്ദേഹത്തിൻ്റെ അബദ്ധം പറ്റി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറെ തന്നെ നശിപ്പിച്ച് അദ്ദേഹത്തെ തേജോവധം ചെയ്ത് ഇതുവരെയുള്ള യശസ്സും പ്രശസ്തിയും എല്ലാം ഇല്ലാതാക്കുന്ന വിധത്തിൽ ചീത്തപ്പേരുണ്ടാക്കിയ ഒരു സിനിമയുടെ നിർമ്മാതാവും വിതരണക്കാരനുമായിട്ട് ഭവിച്ചപ്പം ഇൻകം ടാക്സ് റെയ്ഡിൽ കിടന്ന് പഞ്ചാഗ്നി മധ്യത്തിൽ കിടന്ന് ഉരുകുക. ചോദ്യം മാത്രമല്ലോ, 1600 കോടി രൂപ പോയി ഒറ്റയടിക്ക്. അസുരവിത്തെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ അസുരവിത്തിനെയൊക്കെ അതിൻ്റെ പഴമക്കാർ പറയുന്ന പോലെ, അത് ഞാൻ വേറൊന്നും കൂടുതൽ പറയണ്ട, അസുരവിത്ത് എന്ന് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം മോഹൻലാൽ ആയിരിക്കുമോ എന്നുള്ള. മുരളി ഗോപിയോ മോഹൻലാലോ എന്നുള്ളതാണ്. മോഹൻലാലിനെ ഇദ്ദേഹം ചതിച്ചു കഴിഞ്ഞു, ഗോകുലം ഗോപാലിനെ ചതിച്ചു കഴിഞ്ഞു. മുരളി ഗോപി അപ്രസക്തനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ BJPയുടെ അംഗത്വം എടുത്ത ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനുള്ള പ്രതികാരമാണോ എന്തോന്നറിയത്തില്ല, ഹിന്ദുത്വ ബിംബങ്ങളെ ഒന്നായിട്ട് തുടച്ചു നീക്കാൻ കുറേ കാലമായിട്ട് നടക്കുന്ന ശ്രമമാണ്. ഹിന്ദുത്വ പൊളിറ്റിക്സ് എന്നാണ് പറയുന്നത്. ഒന്നുമല്ല, ഹിന്ദുവാണ്, ഹിന്ദുവിനെ ഇല്ലാതാക്കണം. ഹിന്ദുത്വം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഇപ്പോഴെങ്കിലും നിലനിൽക്കുന്നത്. വാസ്തവം അത് തന്നെയാണ്. അപ്പോൾ അതും കൂടെ തകർത്ത് കഴിഞ്ഞാൽ, ഗോപുരപാലകന്മാരെ തകർത്ത് കഴിഞ്ഞാൽ ശത്രുസേനയ്ക്ക് ഗോപുരത്തിനകത്തേക്ക് കടക്കാൻ, കോട്ട കാക്കുന്ന സൈനികരെ കീഴടക്കി കഴിഞ്ഞാൽ കോട്ടയ്ക്കകത്തേക്ക് ശത്രു സൈന്യത്തിന് കടക്കാൻ എളുപ്പമായി എന്ന് പറയുന്നത് പോലെ ഇനിയും മരിച്ചു പോയിട്ടില്ലാത്ത ഈ ഒരു സംസ്കാരം, അതിനെ മാനഭംഗം ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശത്രുസേന ചുറ്റുമുണ്ട്. അതിൽ ഈ ഗോപുരപാലകന്മാരായിട്ടോ അല്ലെങ്കിൽ കോട്ട കാക്കുന്നവരായിട്ടോ ഉള്ള ഒന്നാണ് ഹിന്ദുത്വയുടെ, അതിനെ രക്ഷിക്കാനുള്ള രക്ഷാദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയം. അപ്പോൾ അത് തകർത്ത് കഴിഞ്ഞാൽ കോട്ടയ്ക്കകത്തേക്ക് കയറാൻ എളുപ്പമായി. എല്ലാവിധ മാനഭംഗങ്ങളും പണ്ട് വിഭജനകാലത്ത് നടന്നതുപോലെയുള്ള എല്ലാ ഛിദ്രപ്രവർത്തികളും ദുഷ്ടപ്രവർത്തികളും ചെയ്യാനുള്ള എളുപ്പമായി എന്നുള്ള ഒരു വിചാരത്തിലും ഒരു ആസൂത്രണത്തിലും തയ്യാറാക്കപ്പെട്ട ഒരു തീമാണ് ഇതിനുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ജനങ്ങൾ മറക്കുകയും പരസ്പരം സൗഹൃദം ആർജിക്കുകയും ചെയ്ത പഴയൊരു സംഭവം ആളിക്കത്തിക്കാൻ പറ്റാത്ത ഒരവസരത്തിൽ വീണ്ടും ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രതിച്ഛായകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് സിനിമയിൽ, ചില ബിംബങ്ങൾ ഒരു ഹിന്ദുമതത്തെ തകർക്കാൻ വേണ്ടി. അല്ലെ സാറ് പറയുമ്പോൾ ഇത്രയും ഗൂഢാലോചനയായി വർഷങ്ങളായി എടുത്തു ചെയ്യുന്ന ഒരു അജണ്ട, ഈ അജണ്ട ഈ സിനിമയുമായി വന്നപ്പോൾ അതെന്താണ് മോഹൻലാൽ തിരിച്ചറിയാത്തത്? എന്താണ് മോഹൻലാൽ തിരിച്ചറിയാത്ത എന്തെന്ന് മോഹൻലാൽ പറയേണ്ട കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ വ്യക്തമാണ് മോഹൻലാലിനെ ചതിച്ചു എന്നുള്ളത്. ഈ ചതി ചതിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഥ വായിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതെങ്ങനെ ചതിയാവും? അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ? അല്ല, ചില ലാംഗ്വേജ് ഉണ്ടല്ലോ, ബോഡി ലാംഗ്വേജ് നമ്മളിപ്പോൾ വളരെ അവൈലബിൾ ആണല്ലോ ക്യാമറകളുടെ ഈ കാലത്ത്, സോഷ്യൽ മീഡിയകളുടെയും മെയിൻ സ്ട്രീം മീഡിയയുടെ ഈ കാലത്ത്. അപ്പോൾ അതിൽ കൂടി വെളിവാകുന്ന പ്രിവ്യൂ കഴിഞ്ഞിട്ട് മോഹൻലാൽ ഒരിക്കലും ആ ചിത്രത്തെ പ്രൊമോട്ട് ചെയ്യാതെ പോകുമായിരുന്നില്ല. കാരണം തനിക്കും കൂടുതൽ സ്റ്റേക്ക് ഉണ്ടെന്ന് അതിൻ്റെ തൊട്ടു തലേ ദിവസം പ്രിവ്യൂ വരുന്നതിന് മുമ്പ് ടൈംസ് നൗവിൽ നടത്തിയ അഭിമുഖത്തിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം പങ്കെടുത്തതും ഈ സിനിമയ്ക്ക് വേണ്ടി വാദിച്ചതും. പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മുഖഭാവം എങ്ങനെ ക്ഷീണിതമാവുകയും അവശനാവുകയും തന്നോട് ഇതിൻ്റെ പ്രതികരണം ചോദിക്കാൻ വന്ന ആളുകളെ, പത്രപ്രവർത്തകരെ തട്ടിമാറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് നിരാശയുണ്ടായി. അവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് അദ്ദേഹം കണ്ടു കാണും.
സ്ക്രിപ്റ്റിന് ചില കറക്ഷൻസ് നമുക്ക് പിന്നെ സെറ്റിൽ വെച്ച് ചെയ്യേണ്ടി വരും. ആ ഒരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കടന്നുകയറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ കടന്നുകയറ്റം എന്ന് പറയുമ്പോൾ ഒരാളിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അത് ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ 1, 2, 3 ആ 3യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മോഹൻലാലിന്റെ അടവാണെങ്കിലും അടവാണെന്ന് ഇത് നമുക്ക് അങ്ങനെ സംശയിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഒരു നമുക്കിതിൽ ഊഹം മാത്രമേ ഉള്ളൂ, ശരിയായിട്ടുള്ള തെളിവുകളിൽ ഊഹം അദ്ദേഹത്തിന് അബദ്ധം പറ്റിയത് തന്നെ ആയിരിക്കുമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയൻസ് ഉണ്ട്, വൈഡായിട്ടുള്ളൊരു ഓഡിയൻസ് ഇന്ത്യക്ക് പുറത്തും കേരളത്തിനകത്തും എല്ലാം ഉള്ളത്. അതിനെ നശിപ്പിച്ചുകൊണ്ടുള്ള അത്തരം ഒരു ഗൂഢാലോചനയിൽ അദ്ദേഹം ഒരിക്കലും പങ്കാളിയാവുകയില്ല. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള, ഇന്ത്യയുടെ മാനം കാൽക്കുന്ന പട്ടാളക്കാരൻ എന്നുള്ള നിലയിലുള്ള ഇമേജ് കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ആർമിയുടെ കേണൽ അല്ലേ, കേണൽ പദവി അദ്ദേഹത്തിന് നിരസിക്കാമായിരുന്നു. ഞാൻ സ്വീകരിക്കില്ല എന്ന് അങ്ങനെ ഒരു അജണ്ട മനസ്സിലുണ്ടെങ്കിൽ. പൃഥ്വിരാജിൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള അജണ്ടകളൊക്കെ നേരത്തെ ഉണ്ട്. അല്ല, അതാണ് പ്രേക്ഷകർ പറയുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ അവസാന ഘട്ടത്തിൽ പണത്തിന് വേണ്ടി എന്തിനാണ് ഞങ്ങളോട് ഈ കൊലച്ചത് ചെയ്തത്, ഈ രാജ്യവിരുദ്ധ സിനിമയുടെ ഭാഗമായത്, ഹിന്ദു വിരുദ്ധ സിനിമയുടെ ഭാഗമായതെന്ന് ചോദിച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ മോഹൻലാലിൻ്റെ ആരാധകർ വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോൾ നമ്മളിത് കഥ ഊഹിക്കുമ്പോൾ, സാഹചര്യ പശ്ചാത്തല തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ, ഈ സിനിമ കണ്ടിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് അദ്ദേഹം മാപ്പ് ചോദിക്കുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് ഹാംലെറ്റ് രാജകുമാരനെ പോലെ തന്നെ ഒരു രാത്രി മുഴുവൻ അദ്ദേഹത്തെ ഇത് ചിന്താവിഷ്ടനാക്കിയിരിക്കണമെന്നാണ് എൻ്റെ ഒരു റീഡിങ്. അതാണ്, ശരിയാവണമെന്നില്ല, റീഡിംഗ് ആണ് ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് പിറ്റേ ദിവസം അദ്ദേഹം സോഷ്യൽ അതെ 2 ദിവസം പ്രിവ്യൂവിൻ്റെ 2 ദിവസം കഴിഞ്ഞാണോ? അല്ല, സിനിമ ഇറങ്ങി വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, പിന്നീട് അല്ല, സിനിമ ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ ഷോ വരുന്നതിൻ്റെ പിറ്റേ ദിവസം കറക്റ്റാണ് അദ്ദേഹം അതിൻ്റെ റിയാക്ഷൻ കൂടെ പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു കാണും. അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവന നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അതിൽ റിഗ്രറ്റ്, ആരെയും കുറ്റപ്പെടുത്താതെ, ആരോടൊക്കെയുള്ള കോപം ഉള്ളിലടക്കിക്കൊണ്ടും ആരെയും എന്നാൽ കുറ്റപ്പെടുത്താതെയും ഒക്കെ അദ്ദേഹം ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, സൗമ്യ സ്വഭാവമുള്ള ആളാണ്, വളരെ വിനയവാനായിട്ട് കാണപ്പെടുന്ന ആളാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് കീർത്തി ചക്ര സിനിമയുടെ സംവിധായകനായിട്ട് യശസ് നേടിയ ആൾ, അദ്ദേഹത്തിൻ്റെ പേര് കീർത്തി ചക്രയുടെ സംവിധായകൻ മേജർ രവിയാണ് ശരിക്കും മോഹൻലാൽ ഇതിൽ ചതിക്കപ്പെട്ടു എന്നുള്ള പ്രസ്താവന പരസ്യമായിട്ട് നടത്തിയത്. അതിനെ തുടർന്നാണ് വിമർശിക്കാൻ പൃഥ്വിരാജിൻ്റെ അമ്മയാണ് രംഗത്ത് വരുന്നത്, പൃഥ്വിരാജ് അല്ല. ഞാൻ ചോദിക്കട്ടെ, വലിയ നട്ടലുള്ള, വാഴപ്പിണ്ടി അല്ലാത്ത നട്ടലുള്ള തൻ്റെടിയായ ഒരു ഭർത്താവായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവരുടെ പേരൊന്നും ഇവിടെ പറയുന്നില്ല, അപ്രസക്തമാണ്, ഇവരുടെ കുടുംബത്തെക്കുറിച്ചല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, എന്ന് പറഞ്ഞ് അത്രയും തൻ്റെ ഇടമുണ്ടെന്ന് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച ആ തൻ്റെ ഇടവും ധൈര്യവുമുള്ള ആളെ എന്തുകൊണ്ട് പൊതുമധ്യത്തിൽ വന്ന് പറയുന്നില്ല? ലക്ഷദ്വീപിനെക്കുറിച്ച് ക്യാമ്പയിൻ നടത്തി തൻ്റെ ഇടം കാണിച്ച ആളാണല്ലോ അദ്ദേഹം. ദിലീപിനെതിരെ വെടിയുതിർത്ത്, വെടിയെന്ന് പറയുന്നത് അതെ വാക്കുവല്ലേ, വെടിയുതിർത്ത് ശൗര്യം കാണിച്ച ആളാണല്ലോ അദ്ദേഹം. വെടിയെന്ന് പറയുമ്പോൾ ഇനി അതിന് മാനനഷ്ട കേസ് കൊടുക്കാൻ നിൽക്കല്ലേ, വെറുതെ സമയം കളയല്ലേ. വെടിയെന്ന് പറയുമ്പോൾ ആ സെറ്റിൽ നിന്നുള്ള ആദ്യത്തെ അദ്ദേഹത്തിനെതിരെയുള്ള പ്രസ്താവം, കേസെടുത്ത് തെളിവുകൾ വരുന്നതിന് മുമ്പേ പ്രസ്താവം നടത്തിയ വ്യക്തിയാണല്ലോ അദ്ദേഹം. അദ്ദേഹം അതിന് സാക്ഷിയല്ല, ഒന്നുമല്ല, എന്നിട്ടും അദ്ദേഹം പ്രസ്താവന നടത്തിയല്ലോ. ആ ധൈര്യം കാണിച്ച ആൾ എന്തുകൊണ്ട് ജനമൈത്വത്തിൽ BJPക്കെതിരെ വരുന്നില്ല? BJP എന്നെ വെട്ടിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നില്ല. ഈ നിമിഷം വരെ ED വന്ന റെയ്ഡ് നടത്തിയല്ലോ, BJP രാഷ്ട്രീയമായിട്ട് എന്നെ നേരിടാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നില്ല. സിനിമയിൽ മോഹൻലാൽ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നില്ല. ഇത് ഞങ്ങളുടെ ആസൂത്രിത പദ്ധതിയാണെന്ന് പറയുന്നത് തൻ്റെ ഇടമുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറയേണ്ടത്? നമ്മളൊക്കെ നാടൻ ഭാഷയിൽ പറയുമല്ലോ ചില വാക്കുകൾ. അതുപോലെ സുകുമാരൻ്റെ മകനാണ് ഇദ്ദേഹം, തീർച്ചയായിട്ടും തൻ്റെ ഏടിയായ നയൻ്റെ പാരമ്പര്യം കാണിക്കുകയാണെങ്കിൽ അത് പറയേണ്ടതല്ലേ? ഇന്ന് വരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല അദ്ദേഹം. മോഹൻലാലിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്യുകയല്ലേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. എന്താ സ്വന്തമായിട്ടൊരു പോസ്റ്റ് ഇടാൻ മടിക്കുന്നത്? ഇവിടെ എന്തേ RSS അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിനെതിരെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടോ? ഒന്നുമില്ല, സിനിമയ്ക്കെതിരെയാണ് വളരെ ഒബ്ജക്റ്റീവും വസ്തുനിഷ്ഠമായിട്ടുള്ള പ്രസ്താവനകളാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഒരു നടൻ ഇത്രയും തൻ്റെ ഇടമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ശരിയാണ്, അത്രയും തൻ്റെ ഇടമുള്ള ഒരു നടൻ തീർച്ചയായിട്ടും പ്രസ്താവനകളുമായിട്ട് വരണം പൊതുമധ്യത്തിൽ. ആ തൻ്റെ ഇടം കാണിക്കേണ്ടതല്ലേ? അതിവിടെ ഇതുവരെ മിണ്ടാതെ അമ്മയെ വിട്ടിട്ട്, അമ്മയെ ഇത് പ്രസ്താവനകൾ നടത്താൻ വിട്ടിട്ട് വീട്ടിനകത്ത് ഒളിച്ചിരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അടുത്ത തിരക്കഥയ്ക്കുള്ള ആസൂത്രണമാണെന്ന് പറയുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തമ്മിൽ
കുട്ടികൾ തമ്മിൽ പ്രശ്നമാകുമ്പോൾ അമ്മ ചോദിക്കാൻ വരുമല്ലോ. എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഗോകുലഗോപാലിനെ അറസ്റ്റല്ല, അദ്ദേഹത്തിൻ്റെ പണമെല്ലാം ED കവർന്നു പോയിട്ട് എന്തേ തന്നെ സഹായിക്കാൻ ലൈക്ക അവിടെ നിന്ന് പോയിട്ട് നിഷ്ക്രമിച്ചിട്ട് തന്നെ സഹായിക്കാമെന്ന ഗോകുലഗോപാലിന് വേണ്ടി ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ, ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ വെറുതെ സിനിമയെപ്പറ്റി യാതൊരു വിധമായ അടുത്തിലുള്ള ജ്ഞാനവും നേടിയിട്ടില്ലാത്ത മല്ലികാ സുകുമാരൻ എന്തൊക്കെയോ ചേർത്ത് എനിക്ക് PP മൂന്നനെ അറിയാം, എനിക്ക് KG മാരാരെ അറിയാം ഒക്കെ പറഞ്ഞു. ശരിയായിരിക്കാം, കാരണം മല്ലികാ സുകുമാരൻ്റെ ഭർത്താവായ സുകുമാരൻ BJPയുടെ സ്ഥാനാർത്ഥിയാവാൻ താല്പര്യപ്പെട്ടിരുന്ന ആളാണ്. BJPക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തിയ കൂട്ടത്തിൽ മല്ലികാ സുകുമാരനും ഉണ്ടെന്നാണ് അവരെ അറിയാവുന്ന ആളുകൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളൂ. എനിക്കറിയില്ല, എനിക്ക് സത്യം അറിയില്ല. അസത്യമാണെങ്കിൽ അത് സബ്ജക്റ്റ് കറക്ഷൻ. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് പെട്ടെന്നൊരു RSSനെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കട്ട. അതുപോലെ തന്നെ മല്ലികാ സുകുമാരനോടെയും ദയവായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഈ RSS എന്ന് പറഞ്ഞ് ഇത് പൊതുജനങ്ങൾ അഭിപ്രായം പറയുന്നവരെയും പേടിപ്പിക്കേണ്ട. ജനങ്ങൾക്കത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് വന്ന ഒരു അനിഷ്ടത്തിൽ നിന്നുണ്ടായ സോഷ്യൽ മീഡിയ അറ്റാക്കാണത്. മെയിൻ സ്ട്രീം മീഡിയ എല്ലാം ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ സഹായത്തിന്. എന്തുകൊണ്ട് അവർക്ക് ഈ സെൻസറിങ്ങിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല? അതൊരു പൊതുജന വികാരം ഉയർന്നു വരികയാണ്. ഗുജറാത്തിലുണ്ടായിരുന്നു ആ പൊതുജന വികാരമാണ്. ആ വികാരം ഉയർന്നു വന്നത് ഗോത്രയിലെ ദാക്ഷിണ്യമില്ലാത്ത കൂട്ടക്കുരുതിയിൽ നിന്നാണ്, തീവെപ്പിൽ നിന്നാണ്. ഒരു തെറ്റും ചെയ്യാത്തവരോട് ചെയ്ത നിഷ്ഠുരമായിട്ടുള്ള തീവെപ്പിൽ നിന്നാണ്. അതുപോലെ പാഠം ഉൾക്കൊള്ളണം. ഇവിടെ ഈ ബഹുജന രോഷം ഉയർന്നു വരുന്നത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ നശിപ്പിക്കുന്ന, അതിനെ മാനഭംഗപ്പെടുത്തുന്ന ഒരു തീം അനാവശ്യമായിട്ടും അകാലികമായിട്ടും അതൊരു ചർച്ചാ വിഷയമായി അല്ലാത്ത സന്ദർഭത്തിൽ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് വാരിയൻ കുന്നന്മാരുടെ മനസ്സുള്ള ആൾക്കാരത് സിനിമയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ എന്നുള്ള വികാരം ജനങ്ങളിൽ ജ്വലിക്കും. ഏത് ഇടതുപക്ഷ മാപ്രാണികൾ വിചാരിച്ചു കഴിഞ്ഞാലും തകർക്കാൻ പറ്റാത്ത ഒരു വിശ്വാസം, അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഏത് രാഹുൽ ഗാന്ധിമാർ ഇന്ത്യ ഒരു രാഷ്ട്രമല്ലെന്ന് പറഞ്ഞാലും തകർക്കാൻ പറ്റാത്ത ഒരു വിശ്വാസത്തിൻ്റെ പേരാണ് ഇന്ത്യ. അങ്ങനെ ഏതെങ്കിലും ഒരു പൃഥ്വിരാജൻ ഇനി എത്ര തലമുറകൾ കഴിഞ്ഞ് സ്വപ്നം കണ്ടു കഴിഞ്ഞാലും തകർക്കാൻ പറ്റാത്ത ആ വിശ്വാസത്തിൻ്റെ പേരാണ് ഇന്ത്യ. ആ വികാരം ഉള്ളിൽ അവശേഷിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികരണങ്ങൾ വരുന്നത്. ഇനിയും ഒരു സ്ക്രിപ്റ്റ് എഴുതിയാലും പ്രതികരണം ഇത് തന്നെയായിരിക്കും. കാരണം ഇത് BJPയുടെയോ RSSൻ്റെയോ പ്രതികരണമല്ല, ഹിന്ദുക്കളുടെയോ പ്രതികരണമല്ല, മറിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ശൗര്യത്തിൻ്റെ പ്രകടനം തന്നെയായിരിക്കും. അതിൻ്റെ ഭാഗമാണ് ഈ മല്ലികാ സുകുമാരനും പൃഥ്വിരാജും മോഹൻലാലും മുരളി ഗോപിയും എല്ലാം തന്നെ. ഒരു സംശയമില്ലാത്ത കാര്യമാണത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.